ഹലോ ഗൈസ്, കുറച്ച് നാൾ മുന്നേ E20 പെട്രോളിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് വന്ന കമൻസാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വീഡിയോ ഇടാനുണ്ടായ സാഹചര്യം ഇതാണ്. ആസ് യൂഷ്വലി നമ്മളെ വണ്ടിയിൽ ഫ്യൂല് ഫില്ല് ചെയ്യാനായിട്ട് പെട്രോൾ പമ്പിൽ പോയി അവിടുത്തെ ഫില്ലിംഗ് സ്റ്റാഫ് നമ്മളോട് പറയുന്നത് പുതിയൊരു പെട്രോൾ വന്നിട്ടുണ്ടെന്നും അങ്ങനെ നമ്മൾ ആ E20 പെട്രോൾ നമ്മളെ വണ്ടിയിൽ അങ്ങ് ഫില്ല് ചെയ്യണുണ്ടായത്. യൂഷ്വലി നമ്മൾ അടിക്കുന്ന പെട്രോളിൽ നിന്ന് മാറി പുതിയൊരു പെട്രോൾ നമ്മളെ വണ്ടിയിൽ അടിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു അതിൽ നിന്ന് നമുക്ക് അധികം എക്സ്ട്രാ മൈലേജ് കിട്ടുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അതൊരു വീഡിയോ ആയിട്ട് ചെയ്തിടുകയും ചെയ്തു. പക്ഷേ പിന്നീട് ആ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ ഓരോരുത്തരും വന്ന് കമൻറ്റ് ചെയ്യുമ്പോഴാണ് E20യെ പറ്റി കൂടുതൽ എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. അതാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം. ഇനി നമുക്ക് നേരെ കാര്യത്തിലോട്ട് വരാം. എന്താണ് ഈ E20 പെട്രോൾ എന്ന് പറയുന്നത്? അതായത് 1 ലിറ്റർ പെട്രോളിൽ 20% എഥനോളും 80% പെട്രോളും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു ബ്ലെൻഡഡ് പെട്രോളിനെയാണ് ഈ E20 പെട്രോൾ എന്ന് പറയുന്നത്. E20 പെട്രോൾ ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് മൈലേജ് ഡ്രോപ്പ് തന്നെയാണ്. കാരണം എഥനോളിന് പെട്രോളിനെ കാട്ടിയും ലെസ് എനർജിയാണ്. അങ്ങനെ ഞാൻ ഈ E20 പെട്രോൾ അടിച്ചിട്ട് ഒരു 30 കിലോമീറ്റർ ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു. റണ്ണിങ്ങിൽ കംപ്ലീറ്റ് വണ്ടി മിസ്സിങ്ങും അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നല്ല ട്രബിളും ഉണ്ടായിരുന്നു. പോരാത്തതിന് ഒരു 6-7 കിലോമീറ്ററിൻ്റെ ഒരു മൈലേജിൻ്റെ ഡ്രോപ്പും എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് E20 പെട്രോൾ ഉപയോഗിച്ചിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ മാർക്കറ്റിലുള്ള ഒട്ടുമിക്ക വണ്ടികളും E20 കോമ്പാറ്റബിൾ അല്ല. അതുകൊണ്ട് തന്നെ എൻജിൻ സൈഡ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ വാറണ്ടിയിൽ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഇൻഷുറൻസ് കമ്പനി തന്നെ പറയുന്നുണ്ട്. അപ്പം ഇത്രയും കംപ്ലയിൻറ്റുകളുള്ള ഈ ഒരു E20 പെട്രോൾ ഫ്യൂച്ചർ പെട്രോൾ ആണെന്ന് പറയുന്നതിനുണ്ട് യാതൊരുവിധ കാര്യങ്ങളുമില്ല. നമുക്ക് ഈ E20 സേഫായിട്ട് അടിക്കാൻ പറ്റുന്നത് 2023 ഏപ്രിലിന് ശേഷം ഇറങ്ങിയ BS6ൻ്റെ ഫേസ് 2 എഞ്ചിൻ ടൈപ്പിൽ മാത്രമാണ്. പക്ഷേ ഇനി വരാൻ പോണത് ഫ്ലെക്സ് ഫ്യൂൽ എഞ്ചിൻസിൻ്റെ കാലമാണ്. ഫ്ലെക്സ് ഫ്യൂൽ എഞ്ചിൻസിനകത്ത് നമുക്ക് നോർമൽ പെട്രോളും E20യും E85 വരെ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഈ ഫ്ലെക്സ് ഫ്യൂൽ എഞ്ചിൻസിനകത്ത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൻസേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നോർമൽ പെട്രോൾ ആയാലും E20 ആയാലും E85 ആയാലും മിക്സ് ചെയ്ത് അടിക്കുവാണെങ്കിൽ സെൻസേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളും. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിക്ക് പവർ ലോസോ മൈലേജ് ഡ്രോപ്പോ ഉണ്ടാവത്തില്ല. കറന്റ് ഇന്ത്യയിൽ ബജാജ്, ടൊയോട്ട പോലുള്ള കമ്പനികളാണ് ഫ്ലെക്സ് ഫ്യൂൽ എഞ്ചിൻസ് ഇപ്പം കറന്റ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഫ്ലെക്സ് ഫ്യൂൽ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ ബൈ.